ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തേളിവേ ഹബീബുള്ള ആലത്തിൻ പൊന്നോളിവേ. ണ്ടൊരു കനിമോള് അവളുടെ മധുവൊഴുകും കുടുംബക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള നെച്ചോറാണ് പിള്ളേര്. പേര് പറഞ്ഞോടുത്തേ നമ്മുടെ സ്വന്തം എന്റെ സ്വന്തം നാട് വെളിയങ്കോട് അയ്യോട്ടിച്ചെറേട്ട മച്ചാര് വിളിച്ചിട്ട് തന്നേ. വളരെയധികം സന്തോഷം. തൂക്കുവാർത്തത്തിൽ അപ്പൊ ഞാൻ ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത്. വേറൊന്നുള്ള ഒരു പള്ളിയിൽ അച്ഛൻ, ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛൻ ഒരു നബിദിന ചടങ്ങിൽ പോയിട്ട് അവിടെ മനോഹരമായിട്ട് നബിദിനാഘോഷത്തിൽ പാടുന്ന ഒരു പാട്ട് പാടുവാണ്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴുണ്ടല്ലോ എന്തൊരു ഭംഗിയായിട്ട്, എന്ത് മനോഹരമായിട്ട്. എനിക്ക് തോന്നുന്നു ഇത് മറ്റാരെക്കാളും മനോഹരമായിട്ടാണ് ഈ ഒരു പള്ളിയിൽ അച്ഛൻ പാടിയേക്കുന്നത്. എത്ര പേര് ആ വീഡിയോ കണ്ടെന്ന് അറിയത്തില്ല, ഞാനിവിടെ വെച്ചുതരാം. അപ്പം നിങ്ങളെല്ലാവരും ഈ പാട്ട് പാടിയേക്കുന്ന അച്ഛൻ്റെ ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ആ പാടുന്ന ശൈലിയും അതുപോലെ ആ നബിദിന വേളയിൽ നബിദിന ചടങ്ങിൽ പങ്കെടുത്തിട്ട് അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഭാഗം ഞാൻ വയ്ക്കുന്നുള്ളൂ. അപ്പം എന്തായാലും ഈ അച്ഛൻ പാടിയ ഈ ഒരു പാട്ട്, നബിദിനമായിട്ട് ബന്ധപ്പെട്ട് പാട്ട് പാടിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതിനുശേഷം ഞാൻ 1-2 വീഡിയോ ഒക്കെ വെച്ച് തരാം കേട്ടോ. അപ്പം ഇത് മസ്റ്റായിട്ട് ഇത് എല്ലാവരിലേക്കും എത്തണമെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് ചെയ്താൽ മാത്രമേ എല്ലാവരിലേക്കും ഒരു 10 പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ എത്തത്തുള്ളൂ. കാരണം എല്ലാവരിലേക്കും എത്തണം. വേണം വർഗീയത, മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും കളറിൻ്റെ പേരിലും എല്ലാം വർഗീയത കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഇത് കാണണം. ഒരു അച്ഛൻ ഞാനിന്ന് ഈ അച്ഛൻ്റെ ഈ ഒരു പാട്ട് മാത്രമല്ല, ഇന്ന് നബിദിനമായിട്ട് മതസൗഹാർദ്ദങ്ങൾ, എല്ലാ മതങ്ങളും ഒരുമിച്ച് ഹിന്ദു മതത്തിലുള്ള ആളുകൾ ഈ നബിദിന റാലിയിൽ പങ്കെടുക്കാൻ പോകുന്ന ആളുകൾക്ക് വെള്ളവും ഫുഡൊക്കെ കൊടുക്കുന്നതും, അങ്ങനെ എന്ത് മനോഹരമായിട്ടുള്ള ഇതൊക്കെ. ഞാനൊരു കാര്യം വിട്ടെ, ആഘോഷങ്ങൾ ആഘോഷിക്കുന്നവർക്ക് ആഘോഷിക്കാം, അല്ലാത്തവർക്ക് മാറിക്കാം. പക്ഷേ ഇവിടെ ഇതിൻ്റെയൊക്കെ പേരിൽ തമ്മിൽ തല്ലിപ്പിക്കാൻ നോക്കുന്ന ഒരാളുകളുണ്ട്. അവർ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ മതസൗഹാർദ്ദം എന്നൊരു ഇതുണ്ടല്ലോ, അവർ മഹത്തായ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ചുട്ടൊരു മറുപടിയും കൂടെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും ആ ഒരു പള്ളിയിൽ അച്ഛൻ പാടുന്ന ഒരു പാട്ട് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴത്തേക്ക് സന്തോഷം തോന്നിപ്പോടെ. ഒരു അച്ഛനൊക്കെ ഇങ്ങനെ പാടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിങ്ങളെ നബിദിന ചടങ്ങിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇത്രയും മനോഹരമായിട്ട് പാടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കേ. നബിദിനാഘോഷവും ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ചരിത്ര ഗാനമാണ്. ഒരു പക്ഷേ ഇവിടെ ലൈവ് പോകുന്നുണ്ട്, വീഡിയോ ഇത് മിക്കവാറും എയറിലൊക്കെ പോകും. അപ്പോൾ ഇനി ഇതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ അസഹിഷ്ണുരായി വന്ന് കമൻറ്റുകൾ എഴുതും. ആ കമൻറ്റുകൾ എഴുതുന്നവർക്ക്, നല്ലത് എഴുതുന്നവർക്ക് ദൈവം നല്ലത് നൽകട്ടെ. ഇനി മോശം എഴുതുന്നവരെ കുറിച്ചുള്ളതായ എൻ്റെ ഒരു പ്രാർത്ഥന, ദൈവമേ അവരെ നശിപ്പിക്കാതെ അവരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കാരണം ഒരുവൻ നശിച്ചു പോകാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമില്ല. അപ്പോൾ നമ്മോട് എതിരിടുന്നവർ നശിച്ചു പോകാതെ അവരിൽ നിന്ന് ദൈവം രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കാം. മക്കത്തുതി തോളിവേ റസൂലുള്ളാഹ് ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തെളിവേ ഹബീബുള്ളാഹ് ആലത്തിൻ പൊന്നോളിവേ മക്കത്തുതി തോളിവേ റസൂലുള്ളാഹ് ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തെളിവേ ഹബീബുള്ളാഹ് ആലത്തിൻ പൊന്നോളിവേ ആമിന പെറ്റോളിവേ നബിയുള്ള അബ്ദുള്ള തൻ തെളിവേ ആദരവിൻ വടിവേ സഫിയുള്ള അഷറഫ് ഹൽക്കോളിവേ ചന്ദിര സുന്ദരരേ നബിയുള്ള ചന്ദമിയെന്നവരേ സത്യമുത്തവരേ റസൂലുള്ള
കൽബ് തെളിന്തവരേ മക്കത്തുതി തോളിവേ റസൂലുള്ള ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തേളിവേ ഹബീബുള്ള ആലത്തിൻ പൊന്നോളിവേ വാനത്തിലേറിയൊരേ മെഹ്റാജിൽ ആനന്ദം കൊണ്ടവരേ വാനത്തിനപ്പുറത്തെ ഹർഷിൻ്റെ പൊന്നൊളി കണ്ടവരേ ആകാശവാസികളാം നബിമാരെ ആകെ നളർത്തവരേ ആദിയോനാദരിത്തേ നബിയാരെ ആക്കം അണൈത നേരേ മക്കത്തുതി തോളിവേ റസൂലുള്ള ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തേളിവേ ഹബീബുള്ള ആലത്തിൻ പൊന്നോളിവേ. താങ്ക് യു. എന്തല്ലേ, എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു അച്ഛൻ പാടിയിരിക്കുന്നത് അല്ലേ. ഇനി ഞാനിവിടെ ഒന്ന് രണ്ട് വീഡിയോസ് വെച്ചിരുന്നു. ഇനി ഞാൻ രണ്ട് ഈ പറഞ്ഞുള്ള ഈ ഹിന്ദു മതത്തിലുള്ള രണ്ട് സഹോദരിമാർ മനോഹരമായിട്ട് പാടുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം. അപ്പോൾ ഇതൊക്കെ ഞാൻ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ആളുകൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരൊക്കെയാണ് ഇത് കാണേണ്ടത്. നിങ്ങൾ നോക്കി, ഇപ്പം ഓണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നബിദിനം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, എന്ത് വന്നാലും ഞങ്ങളാരും തമ്മിൽ തല്ലി അടിച്ച് പിരിഞ്ഞ് മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇങ്ങനെ നിറത്തിൻ്റെ പേരിലൊന്നും വർഗീയതയെ തോൽപ്പിക്കുമെന്നുള്ളൊരു ഇതുണ്ടല്ലോ. മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ളൊരു സൂചനയാണ് ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഞാൻ രണ്ട് സഹോദരിമാർ പാടുന്ന ആ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. അത് നിങ്ങൾ കണ്ടു. അതിന് ശേഷം ഞാനൊരു വീഡിയോ കൂടെ വെച്ച് തരാം. ഒരു പുള്ളിയുടെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്, എനിക്കിന്ന് നിബിധനമായിട്ട് ഈ പറഞ്ഞ നെയ്ച്ചോറും ബീഫൊക്കെ ഇറച്ചിയൊക്കെ കഴിക്കാനൊരു കൊതി. ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന് മേടിച്ചു ഞാൻ കൊണ്ടുവന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുന്നു. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ അതിന് ശേഷം നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഈ സഹോദരിമാർ പാടുന്നതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. മുശ്രിക്ക് തുരത്തിയ നബിയവര്, മുർസലിനാദരവായവര്, മഹ്ശറയിൽ തണലായവര്, മന്നാൻ പുകഴ്ന്ന സുഫിയുള്ള, പതിമക്കത്തണഞ്ഞുള്ള നൂറുള്ള, പെരിയോന്റെ യാറ്റൽ ഹബീബുള്ള, മശ്രിക്ക് മഗ്രിബിനൊളിവായി മന്നാനയച്ച റസൂലുള്ള, മഹിയിൽ മഹാസീനും മഹിമയഴും സുൽത്താന്, മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാൽ. എന്തല്ലേ, ഇത് മനോഹരമായിട്ടാണ് പാടിയേക്കുന്നത്. ഇനി ഞാൻ ആ ഒരു വീഡിയോയും കൂടെ വെച്ച് തരാം. ഈ പറഞ്ഞ പോലെ നെയ്ച്ചോറും ഇറച്ചിയും കഴിക്കാൻ കൊതി തോന്നുന്നു. അതിനുശേഷം അതിന് മുസ്ലിം സഹോദരന്മാർ അത് കൊണ്ടു കൊടുക്കുന്നു. ആ ഒരു ഹിന്ദു മതത്തിലുള്ളൊരു ആ ഒരു സഹോദരൻ അത് മേടിക്കുന്നു, സന്തോഷത്തോടെ അതിനെ പറ്റിയിട്ട് പറയുന്നു. ആ ഒരു വീഡിയോ കൂടെ ഞാനിവിടെ വെച്ച് തരാം. അതിനുശേഷം ഒന്ന് രണ്ട് ക്ലിപ്പും കൂടെ വെച്ച് തരാം. ഇന്ന് നിബിധനമായിട്ട് ആ ഒരു മതസൗഹാർദ്ദങ്ങൾ, ഇപ്പം വിവേചനം കാണിക്കാതെ മതസൗഹാർദ്ദങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്നേഹം അവർ നബിദിന റാലിയിൽ അവർ നൽകുന്നത്, അത് ഫുഡായിക്കോട്ടെ, അല്ലാതെ സന്തോഷകരമായിട്ടുള്ള വേദി ഒരുക്കിയിട്ടായിക്കോട്ടെ, അങ്ങനെ പല രീതിയിലാണ് ഇന്ന് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോഴത്തേക്കും സന്തോഷം തന്നെ തോന്നുന്നു. കാരണം ഈ വർഗീയത പറഞ്ഞ് തമ്മിൽ തല്ലിക്കാൻ നോക്കുന്ന ആളുകൾക്കൊക്കെ അതൊരു അടിയാണ്. കാരണം അവരൊക്കെ കാണട്ടെ, ഇനി എന്ത് സംഭവിച്ചാലും ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിംസ് എല്ലാം ഒന്നായിട്ട് ഒറ്റക്കെട്ടായിട്ട് മനുഷ്യരായിട്ട് ഇനിയും മുമ്പോട്ട് പോകുന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ. ആ ഒരു സൂചനയാണ് നമുക്കിവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ വർഗീയത കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, കൂര് പൊട്ടി അവർക്കൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയായിരിക്കും. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടു. അതിന് ശേഷം ഞാൻ മറ്റേ ഒന്ന് രണ്ട് ക്ലിപ്പും കൂടെ വെച്ചിരുന്നു. ഇന്നത്തെ നബിദിന റാലിയിലൊക്കെ
ഞാൻ വീഡിയോസിനകത്തൊക്കെ കണ്ട മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. മച്ചാമാരെ നബിദിനായിട്ടേ ഞാൻ അങ്ങനെ പറയായിരുന്നു, കുറച്ച് പോത്തിറച്ചിയും കുറച്ച് നെയ്ച്ചോറും കിട്ടാൻ വല്ല വകുപ്പുണ്ടാന്ന് ഇങ്ങനെ ചോദിക്കായിരുന്നു ഞാനേ. നമ്മുടെ കുന്നോളം മുതൽ പൊന്നാനി വരെയുള്ള ഏതെങ്കിലും പള്ളിയിൽ നമുക്ക് ഇത് വകുപ്പുണ്ടെന്ന് വെച്ചെങ്കിൽ പറ്റുവെച്ചെങ്കിൽ ഞാൻ വന്ന് മേടിക്കാം. ഒരു ഇച്ചിരി മതി, കൂടുതലൊന്നും വേണ്ട. അതെന്താ പറയുക, ഇത് കാശ് കൊടുത്ത പുറത്തുനിന്ന് കിട്ടും, പക്ഷെ അത് ആ പള്ളിക്കുന്ന് കിട്ടുന്ന ആ ഒരു നെയ്ച്ചോറിന്റെ ആ ഒരു ബീഫിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ല, അത് വേറെ ലെവൽ. അത് ഞാൻ എത്ര കായ് കൊടുത്താലും കിട്ടില്ല. ആ സാധനം അടിക്കാൻ അത് അവിടെ തന്നെ വരണം. അതുകൊണ്ട് പറഞ്ഞാണ്, ഏതെങ്കിലുമൊക്കെ പള്ളിക്ക് ഇത് കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ നമ്മൾ വന്നിട്ട് മേടിക്കാം. അപ്പൊ നിങ്ങളെ പരിപാടികൾ അടക്കട്ടെ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ചെതറട്ടെ. എല്ലാവർക്കും നബിദിന ആശംസകൾ ഇട്ടാ. ഇനിയിപ്പോ നിങ്ങൾ വിളിച്ചില്ലെങ്കിലും വിളിച്ചാലും അതൊന്നും ഒരു വിഷയമല്ല. എല്ലാവരും നബിദിന അടിപൊളിയായിട്ട് ചെതറട്ട പരിപാടികൾ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. കുടുംബക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള നെയ്ച്ചോറാണ് പിള്ളേര്. പേര് പറഞ്ഞോടുത്തേ? നമ്മുടെ സ്വന്തം, എന്റെ സ്വന്തം നാട് വെളിയങ്കോട് അയ്യോട്ടിച്ചിറന്നിട്ട് മച്ചാര് വിളിച്ചിട്ട് തന്നേ. വളരെയധികം സന്തോഷം. തൂക്കുവാർത്തത്തില് നെയ്ച്ചോറ് ഇതല്ലേ, ബീഫല്ലേ? ഏതോ മഴമൂടും ബീഫും നെയ്ച്ചോറും. അല്ല, എന്റെ ഫേവറേറ്റ് ഐറ്റാണ് അത്, നെയ്ച്ചോറും ബീഫും. വീട്ടല്ലാണ്ട് അതിന്റെ കുറച്ച് മലയാടാ. സോറിട്ട് എല്ലാവരോടും. അപ്പൊ ഇപ്രാവശ്യം നബിദിനം നമ്മള് തൂക്കിയിട്ടുണ്ട്. മെസ്സേജ് അയച്ച് കോൾ ചെയ്ത് ഒരുപാട്, ഒരു എമ്പരപ്പുണ്ട്. എല്ലാവരോടും നന്ദി എത്ര പറഞ്ഞാലും. അപ്പൊ എല്ലാവർക്കും നബിദിന ആശംസകള്. നാളെ ഓണാണ്. ഇതേപോലെ ഞാൻ വീട്ടിലേക്ക് വിളിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, അതുകൊണ്ടാണ്, നമുക്ക് ഓണം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. എന്തായാലും വേറെ ദിവസം ഞാൻ വരണ്ട്, ഒന്നിരിക്കണം കേട്ടാ. അപ്പൊ നിങ്ങളെ പരിപാടിയെല്ലാം എടുക്കട്ടെ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ചെതറട്ടെ. എന്താല്ലേ, 2 മുസ്ലിം സഹോദരന്മാർ അത് കണ്ടിട്ട്, ആ പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് കൊണ്ടു കൊടുക്കുന്നു. ഏതായാലും ഇതൊക്കെയാണ് നമുക്ക് സന്തോഷം തരുന്ന നിമിഷങ്ങൾ കാണാനായാലും അല്ലേ. ഇനി ഞാനിവിടെ 1-2 ക്ലിപ്പുകളൊക്കെ വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ മ്യൂസിക് ഒന്നും ഞാൻ വെക്കുന്നില്ല. കാരണം മ്യൂസിക് നമുക്ക് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ഞാനത് വെക്കുന്നില്ല. അപ്പം സോങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് വെക്കുന്നത്. അതും കൂടെ കേൾക്കണം, ആ മ്യൂസിക്കും കൂടെ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നത്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടുപോകെ. എന്താല്ലേ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. 10 പേരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.